നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റർ. അപ്പോൾ നമ്മൾ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി ഇതെല്ലാം ചർച്ച ചെയ്തു, അല്ലെങ്കിൽ ഇതേക്കുറിച്ചെല്ലാം നമ്മൾ നോക്കി. ഇന്ന് നമുക്ക് ഈസ്റ്ററിനെ കുറിച്ച് നോക്കാം. മഗ്ദലക്കാരി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമിയും യേശുവിൻ്റെ, അതായത് യേശു ഇപ്പോൾ കല്ലറയിൽ കിടക്കാണല്ലോ, യേശുവിൻ്റെ ശരീരത്തിൽ ലേപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. അങ്ങനെ ഈ 3 പേരും കൂടി സൂര്യൻ ഉദിച്ചപ്പോൾ സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് കല്ലറയുടെ അടുത്തേക്ക് പോവുകയുണ്ടായി. അങ്ങനെ പോകുന്ന വഴിക്ക് അവർ സ്വയം ചർച്ച ചെയ്തു എങ്ങനെയാണ് ആ വലിയ പാറക്കെട്ട് അല്ലെങ്കിൽ പാറക്കല്ലുകൾ മാറ്റുക എന്നുള്ളത്. കാരണം അത്രയും ഭയങ്കരമായ ഒരു പാറക്കല്ലാണ്. ഈ 3 സ്ത്രീകളെ കൊണ്ട് അത് മാറ്റി യേശുവിൻ്റെ മേത്ത് സുഗന്ധദ്രവ്യങ്ങൾ ഇടുക എന്നത് അസാമാന്യമായ ഒരു കാര്യമാണ്. എന്നാലും അവർ പുലർച്ചെ തന്നെ പുറപ്പെട്ടു. എന്നാൽ അത്ഭുതകരമായി, അല്ലെങ്കിൽ അത്ഭുത സംഭവം എന്ന് പറയുന്ന വിധത്തിൽ അവരെ കല്ലിനെ പറ്റി ചിന്തിച്ച് കല്ലറയുടെ അടുത്തെത്തിയപ്പോൾ ആ വലിയ ഒരു കല്ല്, ആ ഭീമാകാരമായ ഒരു കല്ല് അവിടെ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. അതാണ് അവർ കണ്ടത്. അവർ അത്ഭുതത്തോടു കൂടി നോക്കുകയുണ്ടായി. അങ്ങനെ അവർ കല്ലറയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. അങ്ങനെ അവർ കല്ലറയുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വെള്ള ഡ്രസ്സിട്ട ഒരു യുവാവ് വലതുഭാഗത്ത് ഇരിക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരാകെ പേടിക്കുകയുണ്ടായി. അങ്ങനെ ആ ബാലൻ, അല്ലെങ്കിൽ ആ ഒരു വെള്ള വസ്ത്രം ധരിച്ച ആ ഒരു ആൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, യേശു ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നു എന്ന്. യേശു നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും നിങ്ങൾ യേശുവിനെ കാണുമെന്നും നിങ്ങളത് ശിഷ്യന്മാരോടും പത്രോസിനോടും അറിയിക്കണമെന്നും വസ്ത്രം ധരിച്ച ആൾ പറയുകയുണ്ടായി. അങ്ങനെ യേശു ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു എന്നത് അവർ ആരോടും പറയുകയുണ്ടായില്ല. കാരണം അവർ ആകെ പേടിച്ച് സ്തംഭിച്ചു. കാരണം മരണപ്പെട്ട ഒരാൾ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവരത് ആരോടും പറയുകയുണ്ടായില്ല. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മഗ്ദലക്കാരി മറിയയ്ക്ക് ആദ്യം ദർശനം നൽകുകയുണ്ടായി. മറിയം പോയിട്ട് ഇതെല്ലാവരോടും പറയുകയുണ്ടായി. ആ സമയം ശിഷ്യന്മാരും എല്ലാവരും വിലപിച്ച് കരഞ്ഞ് ഇരിക്കുകയായിരുന്നു. ആരും അങ്ങനെ വിശ്വസിക്കുകയുണ്ടായില്ല. കാരണം ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. പിന്നീട് അവരിൽ നിന്ന് 2 പേർ നാട്ടിൻ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ യേശു വേറൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുകയുണ്ടായി, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന്. ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നവർ മടങ്ങി വന്ന് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന്. എന്നാൽ അതും ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. ശിഷ്യന്മാർ 11 പേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മുൻപിൽ പ്രത്യക്ഷനായി. താൻ ഉയർത്തെഴുന്നേറ്റു എന്നത് മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടും ശിഷ്യന്മാർ വിശ്വസിക്കാത്തതിൽ യേശുവിന് അവരെ ശകാരിക്കുകയുണ്ടായി എന്നാണ് ചരിത്രം. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്ത് മുഴുവൻ പോയിട്ട് എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുക. എല്ലാവരോടും യേശു മടങ്ങി വന്നു അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റു എന്നത് പറയുവാൻ ആവശ്യപ്പെട്ടു. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവർ രക്ഷപ്പെടുമെന്നും വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലേർപ്പെടും എന്നും യേശു പറഞ്ഞു. വിശ്വസിക്കുന്നവർ ഈ പറഞ്ഞ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. യേശു ഉയർത്തെഴുന്നേറ്റ പോലെ. കർത്താവായ യേശു ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് യാത്രയാവുകയുണ്ടായി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇതാണ് ഈസ്റ്ററിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് എനിക്കറിയുന്ന ചില കാര്യങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.